Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണം നടക്കുന്ന പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ TA മധുസൂദനൻ MLAയും പയ്യന്നൂർ നഗരസഭ PWD അധികൃതരും ചേർന്ന് സന്ദർശിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചിട്ടുള്ള ടൗൺ ഹാൾ നിർമ്മാണം വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്ന് MLA അറിയിച്ചു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ 1978-79 SSLC ബാച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഗ്രീൻ തെറാപ്പി പാർക്ക് ഒരുക്കി. ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് മുന്നിലായാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പങ്കുവയ്ക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അത് എന്നും കാത്തുസൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. അതിയട മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരുവള്ളൂർ ബസാറിലെ അടിപ്പാതയിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾക്ക് കയറാൻ സാധിക്കുന്നില്ലെന്ന്. നല്ല ഉയരമുള്ള ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ കയറണമെങ്കിൽ കുറച്ച് വേഗതയിൽ ഓടിക്കണം. ഇതാകട്ടെ അപകടത്തിനും കാരണമാകുന്നു. വാർത്തകൾ വിശദമായി. നിർമ്മാണം നടക്കുന്ന പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ TA മധുസൂദനൻ MLAയും പയ്യന്നൂർ നഗരസഭ PWD അധികൃതരും ചേർന്ന് സന്ദർശിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചുള്ള ടൗൺ ഹാൾ നിർമ്മാണം വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്ന് MLA അറിയിച്ചു. കേരള സർക്കാരിൻ്റെ ബജറ്റിൽ പയ്യന്നൂർ നഗരസഭയിൽ ഒരു ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നേരത്തെ അനുവദിച്ച് തന്നതാണ്. അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു മുനിസിപ്പാലിറ്റിയും ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും. പല സ്ഥലങ്ങളും നോക്കി പറ്റാവുന്നൊരു സ്ഥലം ഇതുവരെ ഞങ്ങൾക്ക് ഒരു ബോധ്യപ്പെടുന്ന രീതിയിൽ വന്ന് കിട്ടിയിരുന്നില്ല. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഈ സൈറ്റിൽ വർക്കിപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വർക്ക് ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അധികം വൈകാതെ ഈ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ടൗൺ ഹാളും മുനിസിപ്പൽ ഓഫീസും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഇന്നത്തെ ഒരു ആവശ്യകത പരിഗണിച്ചിട്ടുള്ള മുനിസിപ്പൽ ഓഫീസും ഏറ്റവും മികച്ച നിലയിലുള്ള ഒരു ടൗൺ ഹാളും നിർമ്മിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയും ഞങ്ങളെല്ലാവരും ചേർന്ന് ആലോചിച്ച് ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് സംബന്ധിച്ച് PWDയുടെ എഞ്ചിനീയർമാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവർ ഈ സൈറ്റ് പരിശോധിച്ച് ഇത് എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായ രീതിയിൽ ആ നിർമ്മാണത്തിലേക്ക് പോകാൻ പറ്റുക, അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ആലോചിക്കുന്നത്. അവർ ആ നിലയിൽ ഈ സൈറ്റ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പയ്യന്നൂരിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ടൗൺ ഹാൾ. അത് അതിവേഗത്തിൽ നാടിനെ സമർപ്പിക്കാൻ കഴിയണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ഒരു നിലയിൽ കാര്യങ്ങൾ നീക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ കാലത്ത് പയ്യന്നൂർ നഗരസഭ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വിസ്തൃതിയുള്ള നഗരസഭയാണ്. അതിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഓഫീസ് ഇപ്പോഴില്ല. നേരത്തെ വാടക കെട്ടിടത്തിലായിരുന്നു. പിന്നീടാണ് നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്നൊരു മാർക്കറ്റിൻ്റെ മുകൾ വശം പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ച് അഡീഷണൽ സൗകര്യങ്ങൾ കൂടി ഉണ്ടാക്കി മുനിസിപ്പൽ ഓഫീസ് പ്രവർത്തനം നടത്തി വരുന്നു.
പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ 1978-79 SSLC ബാച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഗ്രീൻ തെറാപ്പി പാർക്ക് ഒരുക്കി. ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് മുന്നിലായാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലെ 78-79 ബാച്ച് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ തെറാപ്പി ഗാർഡൻ അല്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്, പാർക്കായിട്ട്. ഓക്കെ, അത് പ്രത്യേകിച്ചും ഭിന്നശേഷി വിഭാഗത്തിനെ ഉദ്ദേശിച്ചിട്ടാണോ ഈ പാർക്ക് ഇവിടെ? തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക്, കാരണം അവർക്ക് അവരുടെ ചലനത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, പക്ഷെ അവരുടെ സ്വപ്നങ്ങൾക്കൊന്നും പരിമിതികളില്ല. അത് മാത്രമല്ല, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അവർക്ക് അവരുടെ സമയം വിനിയോഗിക്കാൻ വേണ്ടി അവർക്ക്, പക്ഷേ അതേ സമയത്ത് തന്നെ അവരുടെ മനസ്സിലുള്ള ഒരുപാട് അഭിലാഷ പൂർത്തീകരണത്തിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനൊരു ഈ ഗ്രീൻ തെറാപ്പി പാർക്ക് എന്നൊരു ആശയം തന്നെ കൊണ്ടുവന്നത്. അതെ. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഓട്ടോഗ്രാഫ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അല്ലേ? അത് ആരുടെ ഒരു ഭാവനയായിരുന്നു? നമ്മൾ കൂട്ടായ്മയുടെ തീരുമാനമാണ് ഓട്ടോഗ്രാഫിൻ്റെ തീരുമാനം. 2019 രൂപീകരണ സമയത്ത് തന്നെ ഓട്ടോഗ്രാഫിൻ്റെ സംഘം രൂപീകരിച്ചു. ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂടെ? 200-ലധികം മെമ്പർമാർ നമ്മളുണ്ട്. ഇപ്പോഴുണ്ട്. അവരൊക്കെ പല പല മേഖലകളിലാണ്. അതെ. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിന് പുറത്താണോ ഇങ്ങനൊരു പാർക്ക് ഇപ്പൊ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചത്? അതെ, എല്ലാവരും അഭിപ്രായം എടുത്തുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഈ പറഞ്ഞതുപോലെ ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് പരിമിതിയില്ല. അപ്പോൾ അവർക്ക് വീൽ ചെയറിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും പറയാറുണ്ട്, സർക്കാർ ഓഫീസുകൾ പോലും വീൽ ചെയർ സൗഹൃദമല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് വീൽ ചെയറിൽ വന്നിട്ട് പോലും ഇവിടെ ഈ പാർക്കിൽ ഇരിക്കുവാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു പാർക്ക് ഇവിടെ ഉണ്ടാക്കിയത് അല്ലേ? അതെ, അവരെ സന്തോഷം തീർച്ചയായിട്ടും അതിന് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ സന്തോഷമാണ് തോന്നുന്നത് ശരിക്കും? നമ്മളിപ്പോൾ പലപ്പോഴും വീട്ടമ്മയായിട്ടോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥകളായിട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പഴയ കൂട്ടായ്മയിൽ തന്നെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ. നമ്മുടെ പണ്ടത്തെ ആ 10ാം ക്ലാസ്സിലേക്ക് തന്നെ പോയ ഒരു പ്രതീതിയായിപ്പോൾ. വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരമൊരു അവസരം ഹൈസ്കൂൾ നമ്മൾക്ക് ഇവരെ ഒരുക്കി തന്നത് വളരെയധികം സന്തോഷമുണ്ട്, പിന്നെ അഭിമാനമുണ്ട് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും. പിന്നെ പാർക്കിനെ പറ്റി തീർച്ചയായിട്ടും പാർക്ക് ഹൈസ്കൂളിൻ്റെ ഈ പയ്യന്നൂർ പഠിച്ച ഹൈസ്കൂളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും. നമ്മൾ മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഗ്രീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ വന്നിരിക്കുവാനും കുറച്ച് അത് തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് പഠിക്കുവാനൊക്കെ ഉള്ളൊരു ഇടമായി മാറുന്നു എന്ന് തന്നെയാണ് അതിനെ അർത്ഥമാക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കൊരു പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആഹ്ലാദം. അതുപോലെ തന്നെ കുട്ടികൾക്ക് പൂക്കളെ കണ്ടു കഴിഞ്ഞാൽ, അത് മുതിർന്നവർക്കും അതെ, കുറച്ചൊരു പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം വരും. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ കുറച്ച് പൂക്കളും ഗ്രീനറിയൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ഇവിടെ യഥേഷ്ടം അവർക്കൊന്നും സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ലോകത്ത് വിഹരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ഈ കൈവല്യം എന്നൊക്കെ പറയാറില്ല, സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൈവല്യം എന്ന് പറയുന്നത് നമ്മളും ദൈവവും മാത്രമുള്ള ഒരു അവസ്ഥയ്ക്കാണ് പറയുന്നത്. കുട്ടികൾ ഇതുപോലുള്ള പാർക്കിൽ ചെടികളും പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കൈവല്യത്തിൻ്റെ അവസ്ഥ വരികയാണ്. അവരും ആ പൂക്കൾ മാത്രമല്ല, ആ പൂക്കളോട് അവർ സംസാരിക്കും, ചെടികളോട് സംസാരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ ആ ഒരു സന്തോഷം നൽകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഗ്രീൻ തെറാപ്പി പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. അത് ശരിക്കും ഒരു തെറാപ്പി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കുട്ടികൾ വന്നല്ലോ, നമ്മുടെ ഈ പാർക്കിൽ കുട്ടികൾ വന്നിരുന്നു. അപ്പോൾ അവരുടെ ഒപ്പം ഇരിക്കുമ്പോൾ എത്രത്തോളം അവരുടെ ആ ഒരു സന്തോഷം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്? അത് വളരെയധികം സന്തോഷമാണ്. വെച്ചാൽ ഒരു കുട്ടി വീൽ ചെയറിലാണ് വന്ന്, അത് നമ്മുടെ ഓപ്പൺ സ്പേസിലാണ് പരിപാടിയാക്കി. ആ കുട്ടി മുമ്പിൽ ഉദ്ഘാടന ചടങ്ങ്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഭിന്നശേഷികളായ കുട്ടികൾ അവർ പാട്ട് പാടി, ഉദ്ഘാടനം വെച്ച പരിപാടിയിൽ അവർ പാട്ട് പാടി. അതിൽ നമുക്ക് അപ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹമല്ല ഇപ്പം നമുക്കുള്ളത്, ചേർത്ത് പിടിക്കുന്നത് തന്നെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും സർക്കാർ ഓഫീസുകളിൽ പോലും ഭിന്നശേഷിക്കാരോട് സൗഹാർദ്ദമില്ലാത്ത രീതിയിലാണ് എന്ന് പറയാറുണ്ട്. വീൽ ചെയർ കയറാൻ പറ്റാത്ത രീതിയിൽ പടിക്കെട്ടുകളൊക്കെയാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഒരു തെറാപ്പി പോലെ ഇവിടെ ഒരു പാർക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അവരതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഇവർ കൃത്യമായി കണ്ടറിഞ്ഞതാണ്. ഈ ഒരു കൂട്ടായ്മക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പങ്കുവയ്ക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അത് എന്നും കാത്തുസൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. അതിയുടെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്സവാഘോഷങ്ങൾ നാടിന്റെ കൂട്ടായ്മയാണ് വിളിച്ചോതുന്നത്.
പെരിങ്കളിയാട്ടം നാടിന്റെ കൂട്ടായ്മ നിലനിർത്തുമെന്നും അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവം ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ സംസ്കൃതി എന്നുകൂടി ഞാൻ ഒരിക്കൽ കൂടി പ്രസൂചിപ്പിക്കാം. ആ സംസ്കൃതിയാണ് നമ്മുടെ നാടിനെ അഖണ്ഡമായി നിർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, നമ്മുടെ ഈ മഹാരാജ്യത്തിൻ്റെ മാനുഷികത, ഈ മഹാരാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം, ഇതെല്ലാം സൂക്ഷിക്കാനുള്ള, പടയാളികളായി പ്രവർത്തിക്കാനുള്ള സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആചാരങ്ങൾ സ്വീകരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ ആചാരബദ്ധിതരായി ആചാരസ്ഥാനീയന്മാരിവിടെയുണ്ട്. ആചാരസ്ഥാനീയന്മാർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ആചാരസ്ഥാനീയന്മാരും കാര്യങ്ങളും എല്ലാം ഗ്രഹിക്കാൻ കഴിയും. 13 സംവത്സരങ്ങൾക്ക് ശേഷമാണ് അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരിങ്കളിയാട്ടം നടക്കുന്നത്. 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെയാണ് പെരിങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. കരിവെള്ളൂർ വലിയച്ഛൻ, പ്രമോദ് കോമരം, മനോജ് കോമരം, നാരായണൻ അന്തിത്തിരിയൻ തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. KV രമേശൻ, M ശ്രീധരൻ, P ഗോവിന്ദൻ, MB ഉണ്ണികൃഷ്ണൻ, K രഞ്ജിത്ത്, PV ബാലകൃഷ്ണൻ, ഫാദർ മാത്യു കുഴിമലയിൽ, കുഞ്ഞിക്കോയ ഇമാം, PV ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ ബസാറിലെ അടിപ്പാതയിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾക്ക് കയറാൻ സാധിക്കുന്നില്ലെന്ന് പരാതി. നല്ല ഉയരമുള്ള ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ കയറണമെങ്കിൽ കുറച്ച് വേഗതയിൽ ഓടിക്കണം. ഇതാകട്ടെ അപകടത്തിനും കാരണമാകുന്നു. കരിവെള്ളൂർ ബസാറിലെ അടിപ്പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ലെന്ന് ആക്ഷേപം. റോഡിന്റെ ഉയരവ്യത്യാസം മൂലമാണ് കരിവെള്ളൂർ ബസാറിലെ അടിപ്പാതയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾക്ക് കയറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. അടിപ്പാതയുടെ ഉൾഭാഗവും പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡും തമ്മിൽ ഒരടിയോളം ഉയരവ്യത്യാസമുണ്ട്. ഇതുമൂലം ചെറുവാഹനങ്ങൾക്ക് അടിപ്പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറുവാനും ഇറങ്ങുവാനും സാധാരണഗതിയിൽ കഴിയുന്നില്ല. അടിപ്പാതയിൽ നിന്ന് വേഗം കൂട്ടിയാൽ മാത്രമേ സർവീസ് റോഡിലേക്ക് വാഹനം കയറുകയുള്ളൂ. ഇരുഭാഗത്തേക്കും തുടർച്ചയായി വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ് അടിപ്പാതയ്ക്ക് സമീപമുള്ള പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡ്. അടിപ്പാതയിൽ നിന്ന് വേഗത്തിൽ വാഹനങ്ങൾ കയറുമ്പോൾ ഏത് സമയവും അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. സർവീസ് റോഡിലേക്ക് കയറുന്ന ഭാഗത്ത് ടാർ ചെയ്ത് ഉയർത്തിയാൽ പ്രശ്നം തീരും. എന്നാൽ നാട്ടുകാർ പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കരാറുകാരൻ ഇതിന് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ റോഡുകളിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന അണ്ടർപാസുകൾ, ഈ അണ്ടർപാസിൻ്റെ അടിയിലേക്ക് കൂടി വാഹനങ്ങൾക്ക് കടന്നു പോകണമെങ്കിൽ ആ അണ്ടർപാസിൻ്റെ അടിയിലുള്ള ആ റോഡിൻ്റെ ഉയരവും സർവീസ് റോഡിൻ്റെ ഉയരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് വണ്ടിക്ക് മുകളിലോട്ട് കയറുമ്പോൾ അതിൻ്റെ മഡ്ഗാർഡ് പലപ്പോഴും തട്ടി ബൈക്കായാലും കാറായാലും ഒക്കെ ബുദ്ധിമുട്ടിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അധികൃതർ മനസ്സിലാക്കുകയും അണ്ടർപാസിൻ്റെ അടിയിൽ റോഡ് ടാർ ചെയ്ത് സർവീസ് റോഡിൻ്റെ ഉയരത്തിലേക്ക് അത് മാറ്റുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മികച്ച അങ്കണവാടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കുണ്ടയാട് അങ്കണവാടിക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദനം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സംയോജിത ശിശുവികസന സേവന പദ്ധതിക്കു കീഴിൽ മികച്ച സേവനം കാഴ്ചവെച്ചതിന് വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന സംസ്ഥാനത്തെ മികച്ച അങ്കണവാടിക്കുള്ള പുരസ്കാരം ലഭിച്ച കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കുണ്ടയാട് അങ്കണവാടിക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദനം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ കാലത്ത് പല ആശുപത്രികളിലും, പ്രത്യേകിച്ച് പീഡിയാട്രിക് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ കൂട്ടി രക്ഷിതാക്കൾ വന്നത് സംസാരിക്കേണ്ട ഒരു പ്രായമായിട്ടും അവർ സംസാരിക്കുന്നില്ല എന്നതുകൂടി കൊണ്ടാണ്. ഇത് പലയിടത്തും പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡോക്ടർമാർ പറയുന്നത് മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം അവർ കളിക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെതായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് എന്നാണ്. അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അംഗനവാടികൾ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പുതിയ കൂട്ടുകാർ, പുതിയ ആളുകളുമായിട്ടുള്ള സൗഹൃദം, പുതിയ പാട്ടുകൾ, കഥകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പ്രധാനമായും അംഗനവാടി ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക്
നമ്മുടെ പ്രദേശത്തെ അംഗനവാടികൾക്കുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഷീജ കൈപ്രത്ത്, എൻ കാർത്യായനി, വി എ കോമളവല്ലി, പി പ്രദീപ്, രേണുകാപ്പാറയിൽ, ടി വി ചന്ദ്രൻകുട്ടി, ബി കെ സൗമ്യ, സ്മിത കെ കുന്നിൽ, സി ഷിബു, പി കാർത്തിക എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. CPI കുഞ്ഞിമംഗലം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിൽ പ്രതിനിധി സമ്മേളനം നടന്നു. CPI കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം മഹേഷ് കക്കത്ത് ഉദ്ഘാടനം ചെയ്തു. CPI കുഞ്ഞിമംഗലം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിൽ വെച്ച് പ്രതിനിധി സമ്മേളനം നടന്നു. CPI കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം മഹേഷ് കക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ മാസം 26-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് 1943-ലാണ് ബോംബെയിൽ ഒന്നാം പാർട്ടി കോൺഗ്രസ്. 25-നും 43-നും ഇടയിലുള്ള വലിയൊരു കാലം, 10-18 വർഷക്കാലം അങ്ങനെ ഒരു പാർട്ടി കോൺഗ്രസ് എന്ന നിലയിൽ പാർട്ടി ഘടക സമ്മേളനങ്ങളെല്ലാം സംഘടിപ്പിച്ചതിൻ്റെ നയരൂപീകരണം നടത്തുന്നതിന് വേണ്ടി അക്കാലത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം, ഒന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലിരിക്കുന്ന ഇന്ത്യ, അതിനെതിരായി പോരടിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാനും അവരെ കായികമായി ശാരീരികമായി കടന്നാക്രമിച്ച് ഇല്ലാതാക്കാനുമെല്ലാമുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ട് VV രാഘവൻ അധ്യക്ഷത വഹിച്ചു. VV ബാലകൃഷ്ണൻ പതാക ഉയർത്തി. ശ്രീജിത്ത് കുഞ്ഞിമംഗലം സ്വാഗതം പറഞ്ഞു. സദാശിവ കമ്മത്ത് രക്തസാക്ഷി പ്രമേയവും PV ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. M രാമകൃഷ്ണൻ, V ബാലൻ, P ലക്ഷ്മണൻ, M മോഹനൻ, KV പത്മനാഭൻ, MV വേണു, NB ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറിയായി ശ്രീജിത്ത് കുഞ്ഞിമംഗലത്തിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി K അനീഷിനെയും തിരഞ്ഞെടുത്തു. കുഞ്ഞിമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലീവിനു പോയ ഡോക്ടർക്കു പകരം ഡോക്ടറെ എത്രയും പെട്ടെന്ന് നിയമിക്കണമെന്ന് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ദേശീയപാത വെള്ളൂർ പാലത്തര പാലത്തിനു സമീപം 3 മീറ്റർ വീതിയും 2 മീറ്റർ ഉയരവുമുള്ള കാർ പോലുള്ള ചെറുവാഹനങ്ങൾ കടന്നുപോകാൻ സാധിക്കുന്ന അടിപ്പാത അനുവദിച്ചു. അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ കർമ്മസമിതി രൂപീകരിച്ചിരുന്നു. ജനകീയ കർമ്മസമിതി അംഗങ്ങൾ ദേശീയപാതയുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ മേൽ നടപ്പാതയും ബസ് സ്റ്റോപ്പും അനുവദിച്ചത്. തുടർന്ന് അടിപ്പാതയ്ക്കു വേണ്ടി കർമ്മസമിതി പ്രവർത്തനം തുടരുകയും പ്രധാനമന്ത്രിക്ക് ഈ ആവശ്യമുന്നയിച്ച് കത്തയക്കുകയും തുടർ പ്രവർത്തനം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നൂർ റോഡ് ജംഗ്ഷൻ മുതൽ പാലത്തറ വരെയുള്ളവർക്ക് ആശ്വാസമായി വാഹനങ്ങൾ ഉപയോഗിക്കാവുന്ന അടിപ്പാത പാലത്തറ പാലത്തിന് സമീപം അനുവദിച്ചത്. അണ്ടർപാസിന് വേണ്ടിയാണ് നമ്മൾ കർമ്മസമിതി രൂപീകരിച്ചത്. അത് അന്നൂർ റോഡ് മുതൽ പാലത്തറ വരെയുള്ള ഈ പ്രദേശത്ത് എവിടെയെങ്കിലും അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കണമെന്നായിരുന്നു നമ്മുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കർമ്മസമിതി രൂപീകരിക്കുകയും ഡൽഹിയിലടക്കം എല്ലാ മന്ത്രിമാരെയും, നിതിൻ ഗഡ്കരി, അതുപോലെ തന്നെ ഹർഷ് മൽഹോത്ര സഹമന്ത്രി, പിന്നെ മറ്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാർ, ഈ പിന്നെ ഹൈവേയുടെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ, പ്രോജക്റ്റ് ഡയറക്ടർ, റീജിയണൽ ഡയറക്ടർ അടക്കം നമ്മൾ പോയി കാണുകയും അങ്ങനെ നിരന്തരം നമ്മുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ചത്. ആദ്യമായിട്ട് ഒരു 2.2 അണ്ടർപാസ് നടന്നു പോകാനുള്ളതായിരുന്നു അനുവദിച്ചത്. പക്ഷേ നമ്മൾ അതുകൊണ്ട് അടങ്ങിയിരുന്നില്ല. കർമ്മസമിതിയുടെ പ്രവർത്തനം ശക്തമാക്കുകയും നിരന്തരമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അടക്കം കത്തയച്ച് അതിന് തുടർ പ്രവർത്തനം നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവസാനം ഇത് 2.3 എത്തിയത്. അപ്പോൾ ഇത് ചെറുവാഹനങ്ങൾ, 4 ചക്ര വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പിന്നെ അണ്ടർപാസ്സാണ് ഇവിടെ കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ തുടക്കത്തിലുള്ള ശ്രമത്തിൻ്റെ ഫലമായി പിന്നെ അന്നൂർ റോഡ് ജംഗ്ഷനിൽ നമുക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വിത്ത് ബസ് സ്റ്റോപ്പാണ്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നും നമ്മുടെ ആക്ഷൻ കമ്മിറ്റിക്ക് ലഭ്യമായിട്ടുണ്ട്. കർമ്മസമിതി അംഗങ്ങളായ രാജീവൻ മൊയ്പ്ര, അഡ്വക്കേറ്റ് പ്രേമാനന്ദ ഇടച്ചേരി, KP അരുൺ, TK മുഹമ്മദ് റിയാസ്, KP മുഹമ്മദ് കുഞ്ഞ്, അഡ്വക്കേറ്റ് KK നവനീത് തുടങ്ങിയവർ കർമ്മസമിതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അടിപ്പാത അനുവദിച്ചു കിട്ടിയതിന്റെ ആഹ്ലാദ സൂചകമായി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന പ്രഖ്യാപന പരിപാടി ടി എ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. TI മധുസൂദനൻ MLA പ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണതയിലേക്ക് എത്താൻ പാകത്തിലുള്ള സ്ഥലം രൂപപ്പെട്ട് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക.
നഗരസഭയുടെയും പഞ്ചായത്തിൻ്റെയും ഭരണത്തെ സംബന്ധിച്ച് നിലനിന്ന് പോരുന്നൊരു തെറ്റിദ്ധാരണ എന്ന് വേണമെങ്കിൽ പറയാം. അത് കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. ഹരിത അംബാസിഡർ ഇ വി ശശിധരൻ മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, വി ബാലൻ, വി വി സജിത, ടി വിശ്വനാഥൻ, ടി പി സമീറ, കൌൺസിലർമാരായ കെ കെ ഫൽഗുനൻ, ഇക്ബാൽ പോപ്പുലർ, എം ആനന്ദൻ, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ, ഹരിത കേരള മിഷൻ ആർ പി അരുൾ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി സർക്കാരിന്റെ ചുവടുപിടിച്ച് രണ്ടാം ഘട്ട ക്യാമ്പയിൻ പരിപാടികൾ കഴിഞ്ഞ ഒക്ടോബർ 2 മുതൽ വിപുലമായ രീതിയിൽ പയ്യന്നൂർ നഗരസഭയും നടപ്പിലാക്കി വരികയും മുഴുവൻ വാർഡുകളിലും വാർഡ് ജാഗ്രതാ സമിതികളും വിളിച്ചു ചേർത്ത് വിവിധങ്ങളായ ശുചിത്വ ക്യാമ്പയിൻ പരിപാടികൾ നടപ്പിലാക്കി വാർഡുതല പ്രഖ്യാപനത്തിനു ശേഷമാണ് നഗരസഭാതല പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. പ്രവർത്തനങ്ങളുമായി വിവിധ സന്നദ്ധ സംഘടന, കുടുംബശ്രീ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, NSS വളണ്ടിയർമാർ എന്നിവരുടെ സഹകരണമുണ്ടായിട്ടുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൺസ്ട്രക്ഷൻസ് ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് CATU പയ്യന്നൂർ ഏരിയ സമ്മേളനം കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. CATU കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻസ് ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് CATU പയ്യന്നൂർ ഏരിയ സമ്മേളനം കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക തീർത്തു കൊടുക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CATU കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോവിഡിന്റെ അവസരത്തിൽ നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് തൊഴിലാളികൾ പലായനം ചെയ്യപ്പെട്ടു. നേരത്തെ കുടുംബസമേതം ഓരോ മേഖലകൾക്കും പോയി ജോലി ചെയ്തവർ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് തന്നെ നിർമ്മാണ മേഖലയിലും മറ്റുമായിട്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ജോലി ചെയ്യുന്നത് പോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിനകത്തുള്ള കാർഷിക മേഖലയുടെ തകർച്ചയുടെ ഫലമായിട്ട് വരുമാനം നിലച്ചവർ, ജീവിതം വഴിമുട്ടിയവർ, നിർമ്മാണ മേഖലകൾക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ കുടുംബസമേതം പോയിട്ട് അവിടെ പരിമിതമായ സൗകര്യത്തിനകത്ത് ജീവിച്ച് ജോലി ചെയ്തുകൊണ്ട് വരുമാനം കണ്ടെത്തിയിരുന്ന ആ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ കോവിഡ് മഹാമാരി വ്യാപിച്ചപ്പോൾ PV രാഘവൻ അധ്യക്ഷത വഹിച്ചു. M ബാലൻ രക്തസാക്ഷി പ്രമേയവും M കെ ശശിധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. M ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും T ശശി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. അപ്യാൽ രാഘവൻ, കെ കൃഷ്ണൻ, T കുമാരൻ, M ബാലൻ, ജീവൻ കുമാർ, മേരി ആൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂരിലെ ലെസാരോ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമഗ്രമായ പങ്കാളിത്തം കൊണ്ടും മികച്ച സംഘാടന മികവിനാലും പരിപാടി ശ്രദ്ധേയമായി. ലെസാരോ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന ഇഫ്താർ സംഗമം ലെസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ നയന P, സ്റ്റാഫ് സെക്രട്ടറി അഫിദ KT, സ്റ്റുഡൻസ് കൗൺസിലർ കീർഷ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. റിനാസ്, ഫുർഖാൻ, അഹമ്മദ്, ഡിയോൺ, അക്കാദമിക് ലീഡർ തുഫൈൽ, ജാഫർ, നിസാം, നാദ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ P പ്രേമചന്ദ്രൻ മാസ്റ്റർ രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാവി പുസ്തക പ്രകാശനവും സെമിനാറും നടന്നു. ഡോക്ടർ P പവിത്രൻ പുസ്തകം പ്രകാശനം ചെയ്തു. കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണ ശ്രമങ്ങളിലെ പങ്കാളിയും ദീർഘകാലം പാഠപുസ്തക സമിതി അംഗം, അധ്യാപക പരിശീലകൻ, സംസ്ഥാന കോർ റിസോഴ്സ് ഗ്രൂപ്പ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ച പയ്യന്നൂരിലെ P പ്രേമചന്ദ്രൻ മാസ്റ്റർ രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാവി പുസ്തക പ്രകാശനം നടന്നു. ഡോക്ടർ P പവിത്രൻ പുസ്തകം പ്രകാശനം ചെയ്തു. +1 അഡ്മിഷൻ വരുന്ന ഘട്ടത്തിൽ എല്ലാവരും അതിനൊരാഴ്ച മുമ്പ് തുടങ്ങി മാതൃഭൂമി. എന്തിനാണ് ഇതൊന്നിനും കൊള്ളില്ല പൊതുവിദ്യാഭ്യാസം സ്ഥാപിക്കാൻ വേണ്ടി. അത് കേട്ടിട്ട് വായിച്ചിട്ട് ആളുകൾ ഒരുപക്ഷെ അതിൽ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. മാതൃഭൂമി മാത്രമല്ല പറയുന്നത്,
ഒരു 80-കൾ മുതൽ വലിയൊരു ശ്രമം കേരളത്തിലെ പൊതുമാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസം ഒന്നിനും കൊള്ളില്ല എന്ന് സ്ഥാപിക്കുന്നതിൽ അതിലൊരു വലിയ പരിധിയിൽ അവർ വിജയിച്ചു എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇടക്കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഒരു മധ്യവർഗ വീട്ടിൻ്റെ അകത്ത് ഒരു പശ്ചാത്തല സൗകര്യം പോലും ഇല്ലാത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ സാധാരണ രക്ഷിതാക്കൾ അയക്കില്ല. അപ്പോൾ ഇതിനോടെങ്കിലും ഒത്തുപോകാൻ കഴിയുന്ന അത്രയും പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനൊരു സ്കൂളിൽ അക്കാലത്ത് പോയപ്പോൾ നന്നായിരിക്കുന്ന ബെഞ്ച്, മരത്തിൻ്റെ ബെഞ്ചുള്ള ഒരു സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് ശേഷം ഈ എന്താ പറയുക, ഞാൻ വിമർശിക്കുകയല്ല ചെയ്യുന്നത്, ഇരുമ്പിൻ്റെ പരസ്പരം ബന്ധിച്ച ഇരുമ്പിൻ്റെ ഒരു ബെഞ്ചുകൾ, അതായത് കുട്ടികൾ പുറത്തിറങ്ങാൻ തന്നെ പറ്റൂല. ഇതാണ്. ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി പുസ്തകം ഏറ്റുവാങ്ങി. കെ വി മണികണ്ഠദാസ് പുസ്തക പരിചയം നടത്തി. സി വി ബാലകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കെ രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി പ്രേമചന്ദ്രൻ മറുമൊഴി ഭാഷണവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എഡിറ്റോറിയൽ അസിസ്റ്റന്റ് എം യു പ്രവീൺ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വി എൻ എരിപുരം സൗഹൃദ ട്രസ്റ്റ് കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം കാറമേലിൽ നടന്നു. കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനനിൽ നിന്നും കെ വി എൻ ചന്തു പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും മുൻ പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റും കണ്ണൂർ ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റും ജില്ലയിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വി എൻ എരിപുരത്തിന്റെ നാമധേയത്തിൽ വി എൻ എരിപുരം സൗഹൃദ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം 94-ാം വയസ്സിലും ഖാദി മേഖലയിൽ നെയ്ത്തുതൊഴിലാളിയായി പ്രവർത്തിക്കുന്ന കെ വി എൻ ചന്തുവിന് സമ്മാനിച്ചു. കാറമേൽ വി എൻ എരിപുരം സൗഹൃദ ട്രസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയറും KPCC മെമ്പറുമായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ചില ആളുകളെ സ്വാധീനിക്കാറുണ്ട്. അത് പല കാര്യങ്ങളുമുണ്ട്. ചിലരുടെ ആത്മാർത്ഥമായ സമീപനങ്ങളും പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ നിറഞ്ഞൊഴുകുന്ന സ്നേഹവും സ്നേഹപ്രകടനങ്ങളും ഒക്കെ തന്നെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഓർത്തെടുക്കണം. വി എൻ എരിപുരം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു 1986-87 കാലഘട്ടത്തിലാണ്. ഒരു KSUവിൻ്റെ സാധാരണ പ്രവർത്തകൻ അല്ലെങ്കിൽ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ എന്ന നിലയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവാണ്. ശ്രീമാൻ KJ തോമസിൻ്റെ അദ്ദേഹം പ്രസിഡന്റായി നിൽക്കുന്ന കമ്മിറ്റിക്കകത്ത് അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പലപ്പോഴും. കാരണം ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനകത്തൊക്കെ തന്നെ നമ്മൾ പരിചയപ്പെടുന്ന ആളുകളോട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പറയുന്നതോടൊപ്പം അതിൻ്റെ ഭാരവാഹിത്വം കൂടി പറയുന്നത് ജില്ലയിലെ ഭാരവാഹിയായിരിക്കും അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹി. പക്ഷെ അന്ന് ജില്ലയിൽ ഒരു 8-9 ഭാരവാഹികൾ മാത്രമാണ്. അവർ ജില്ലയിലെ തലയെടുപ്പുള്ള നേതാക്കന്മാരുമാണ്. ആ തലയെടുപ്പുള്ള നേതാക്കന്മാരായിട്ട് കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ വി എൻ എരിപുരം സൗഹൃദ ട്രസ്റ്റ് ചെയർമാൻ കെ എൻ വാസുദേവൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി വി ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, DCC നിർവാഹക സമിതി അംഗം VC നാരായണൻ, വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KT ഹരീഷ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി EP ശ്യാമള, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PV പ്രിയ, KV ഭാസ്കരൻ, N ഗംഗാധരൻ, KM ശ്രീധരൻ, TV പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാന്തോളി കൃഷ്ണന്റെ 36ാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. പിലാന്തോളി കൃഷ്ണന്റെ 38ാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം ചീമേനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. AP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ജോയ് ജോസഫ്, DCC മെമ്പർ AV കുഞ്ഞികൃഷ്ണൻ, INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ TV കുഞ്ഞിരാമൻ, K രാഘവൻ, KT ഭാസ്കരൻ, ശ്രീവത്സൻ C, ബാബു K, ശോഭന സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണപുരം പഞ്ചായത്ത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് ഹരിത റെയിൽവേ സ്റ്റേഷനായി പ്രഖ്യാപിച്ചു. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങ് കളക്ടർ അരുൺ K വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിട്ട് ഓരോ രീതിയിലുള്ള ഓരോ സ്ഥലങ്ങൾ മാറുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു നല്ല ഒരു ഇനീഷ്യേറ്റീവാണ്.
ഇനിയും നമുക്ക് പല സ്ഥലങ്ങളിലേക്കും എടുത്തു കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതേ മാതൃക തന്നെ എടുത്ത് പിന്തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ആ ആശങ്ക ഇവിടെ വന്ന ശേഷം എനിക്ക് മാറിക്കിട്ടി. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു റെയിൽവേ സ്റ്റേഷൻ ഹരിത പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ കണ്ണപുരം സ്റ്റേഷൻ അത് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സംസ്ഥാനത്ത് തന്നെ നമുക്ക് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു മാതൃകയാണ്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ കൂടെ ഉണ്ട്. അവരാണ് ഇത് വലിയൊരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഉത്തരവാദിത്വം അവരുടെ കൂടെ ഭാഗമായിട്ടുണ്ട്. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ വെച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച പൂച്ചട്ടിയും ഹരിത റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വാഗതം ആലേഖനം ചെയ്ത ബോർഡും കലക്ടർ അരുൺ കെ വിജയൻ റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് കെ കെ വിനോദിന് കൈമാറി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രേമ സുരേന്ദ്രൻ, കണ്ണപുരം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി വിനീത, എ വി പ്രഭാകരൻ, പി വിദ്യ, വാർഡംഗം ഒ മോഹനൻ, എൻ ശ്രീധരൻ, ടി കെ ദിവാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി പി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടന്നു. മുൻ MLA ടി വി രാജേഷ് പ്രഖ്യാപനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടന്നു. മുന്നോടിയായി കണ്ടോന്താറിൽ നിന്നും ചന്തപ്പുര വരെ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. മുൻ MLA ടി വി രാജേഷ് പ്രഖ്യാപനം നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡെസ്റ്റിനേഷനുകളൊന്നായിട്ടാണ് കേരളത്തെ ടൈം മാഗസിൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളം പ്രകൃതി കനിഞ്ഞരളിയ നാടാണ്. ഒരുപക്ഷെ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ കൂടിയാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത്. 6 മാസം മഴ പെയ്യുകയും 6 മാസം മഴ പെയ്യാതിരിക്കുകയും ചെയ്യുന്നൊരു സംസ്ഥാനം. ഇന്നതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഏതാണ്ട് അനുഗ്രഹീതമായ കാലാവസ്ഥ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കേരളത്തെ നമുക്ക് വൃത്തിയായി വെടിപ്പായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമുക്കിവിടെ ടൂറിസത്തിലൂടെ തന്നെ കോടാനുകോടിയുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ കേരളം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഒരു പോരായ്മ കേരളത്തിൻ്റെ പല നഗരങ്ങളും ഗ്രാമങ്ങളും മാലിന്യപൂരിതമായി പോയി എന്നാണ് പറയുന്നത്. കേരളത്തെ മാലിന്യമുക്തമാക്കണം എന്ന ലക്ഷ്യം മുൻനിർത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അസിസ്റ്റന്റ് സെക്രട്ടറി MV പവിത്രൻ അവതരിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, CI വത്സല ടീച്ചർ, ഷീജ കൈപ്പുറത്ത്, KM സുനിൽകുമാർ, PP ദാമോദരൻ, EP ബാലകൃഷ്ണൻ, A രാജലക്ഷ്മി, T രാജൻ, VO CH സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗനവാടി വർക്കർമാർ, ആശാപ്രവർത്തകർ, സ്ഥാപന മേധാവികൾ, ഗ്രന്ഥശാല പ്രവർത്തകർ, ഭരണസമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മാടായി ഗ്രാമപഞ്ചായത്തിലെ പുതിയങ്ങാടി കുണ്ടായിട്ടമ്മലിലെ നവീകരിച്ച ഡോക്ടർ BR അംബേദ്കർ സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു. പ്രസിഡന്റ് സഹിദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. മാടായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയങ്ങാടി കുണ്ടായിട്ടമ്മൽ സാംസ്കാരിക നിലയം നവീകരിച്ചത്. വിവിധ ഘട്ടങ്ങളിലായി സാംസ്കാരിക നിലയത്തെ നവീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ നിർവഹിച്ചു. കുറച്ച് ബാക്കിയുണ്ട്. ഇതിന്റെ ഇലക്ട്രിഫിക്കേഷൻ അതുപോലെ മറ്റ് അനുബന്ധ കാര്യങ്ങൾക്ക് അതുപോലെ ഒരു നല്ല മൈക്ക് സെറ്റ് ഇവിടെ വേണം.
അതുപോലെ തന്നെ മറ്റ് ബാത്റൂമിൻ്റെ കാര്യം ഇതൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൂടി ഈ പ്രാവശ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്നും ഈ വാർഡിൽ നിന്ന് വിരമിക്കുകയുള്ളൂ എന്ന് അറിയിക്കാനാണ്. അതോടൊപ്പം തന്നെ ഈ നിലയത്തിനെ ഡോക്ടർ BR അംബേദ്കറിന്റെ നാമകരണം ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം സമുദായ സംഘത്തിന്റെ ആൾക്കാരും ഒക്കെ പറഞ്ഞപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അംബേദ്കറുടെ നാമം വേണം എന്ന് തീരുമാനിക്കുകയും 10.68 ലക്ഷം രൂപ ചിലവിലാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി, ശ്രീജിത്ത് പൊങ്ങാടൻ, T രമേശൻ, K സോമൻ, K ദിവാകരൻ, P സുഭാഷ്, സനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്യാമ്പയിനും ID കാർഡ് വിതരണവും നടന്നു. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്യാമ്പയിനും ID കാർഡ് വിതരണവും ചിറ്റാരിക്കൽ ഈസ്റ്റളേരി മണ്ഡലം ഓഫീസിൽ നടന്നു. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. AKPC സംസ്ഥാന പ്രസിഡന്റ് ജോഷി കുരിക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമഠം ID കാർഡ് വിതരണം നടത്തി. ജോസ് കുത്തിയതോട്ടിൽ, എബി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നാഷണൽ സർവീസ് സ്കീം കണ്ണൂർ ജില്ലാ ആസാദ് സേന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഇല്ലും മിനാങ്കി കണ്ണൂർ ജില്ലാതല കമ്മ്യൂണിറ്റി കലാകായികമേള പഴയങ്ങാടി ഏഴൂത്ത് നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ബന്ധങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളല്ല ആരായാലും അവരുടെ മനസ്സ് മാറുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പം സ്വന്തം സഹോദരനെയും അമ്മയെയും അമ്മമ്മയെയും അതുപോലെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെല്ലാം നിഷ്കരണം ഒരു മനസാക്ഷിക്ക് ഇതുമില്ലാതെ കൊല ചെയ്യുകയും കൊല ചെയ്തതിന് ശേഷവും ഞാൻ ഇത്തരത്തിലുള്ള ഒരു കൃത്യം നിർവഹിച്ചു എന്ന ഒരു പശ്ചാത്താപം പോലും ഇല്ലാതെ നടക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. കാരണം അവരുടെ മനസ്സിനെ അത്തരത്തിലേക്ക് മാറ്റുന്നത് ഈ ലഹരിയുടെ ഉപയോഗത്തിന്റെ ഭാഗമാണ്. അപ്പം അത് കിട്ടാതിരിക്കുമ്പോഴാണ് അവർ അക്രമാസക്തമാകുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഉപയോഗിക്കരുത്. വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തുക എന്നതാണ് ഇല്ലുമിനാങ്കി ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ നടന്നു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റിന്റെ തെരുവ് നാടകവും സംഗീതശില്പവും അരങ്ങേറി. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. KP അനിൽകുമാർ, KN ഗീത, ഡോക്ടർ TV സുരേഖ, ഡോക്ടർ NN അൻസാർ, പ്രസാദ് വി ഹരിദാസൻ, ഡോക്ടർ KV അനൂപ്, സിന്ധു പടോളി, അർജുൻ മണികണ്ഠൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 63ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ചെറുതാഴം GHSSൽ വെച്ച് ഏപ്രിൽ 17-18 തീയതികളിൽ നടക്കും. ഇതിന്റെ ഭാഗമായി ഏഴൂം നെരുവമ്പ്രത്തെ TK സ്ക്വയറിൽ ചിത്രകാര കൂട്ടായ്മ സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ നിർമ്മാണ ക്യാമ്പും ചിത്രകാര കൂട്ടായ്മയും ശ്രദ്ധേയമായി. റോഷ്നി വിനോദ്, ഹേന പ്രദീപ്, ക്ലിൻഡു പവിത്രൻ, കലേഷ് പയ്യന്നൂർ, ആർട്ടോൺ ശശി തുടങ്ങിയ കലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം അനാചാരങ്ങൾക്കും ലഹരിക്കുമെതിരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടക സമിതി പ്രചരണ കമ്മിറ്റി കൺവീനർ MK രമേഷ് കുമാർ പറഞ്ഞു. പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചിത്രകാര സംഗമവും അതുപോലെ തന്നെ പോസ്റ്റർ രചന ക്യാമ്പും ഇന്ന് നെരുവമ്പ്രത്ത് PK സ്ക്വയറിൽ വെച്ച് നടക്കുകയാണ്. പ്രമുഖ ചിത്രകാരന്മാരായിട്ടുള്ള റോഷ്നി വിനോദ്, കലേഷ് കലാലയ, ഹേന പ്രദീപ്, ക്ലിൻറ്റ് പവിത്രൻ, ആർട്ടോൺ ശശി തുടങ്ങിയ പ്രമുഖരൊക്കെ തന്നെ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഇപ്പോൾ അവരുടെ രചനയിലാണ് ഉള്ളത്. പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നിരവധി അനുബന്ധ പരിപാടികളും നടക്കുന്നുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം മാടായി മേഖലയിൽ വരുന്നത് 12 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ അതൊരു വലിയ അനുഭവമാക്കിയിട്ട് വലിയൊരു ബഹുജന സമ്പർക്ക പരിപാടിയാക്കി മാറ്റുക എന്നുള്ളതാണ്
ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മെഗാ സെമിനാറുകൾ ഒക്കെ നടക്കുന്നുണ്ട്. ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രകാര സംഗമവും അതുപോലെ തന്നെ പോസ്റ്റർ രചന ക്യാമ്പും ഇവിടെ വെച്ച് നടക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം PV ജയശ്രീ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV പ്രസാദ്, P നാരായണൻകുട്ടി, മാടായി മേഖലാ പ്രസിഡന്റ് PK വിശ്വനാഥൻ, KV ഹനീഷ്, KV ഷിജു, N ഹരിദാസൻ, ശിവദാസ് ആനപ്പള്ളി, PV ലക്ഷ്മണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനം രാമന്തളി സെന്ററിൽ നടന്നു. M ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനം രാമന്തളി സെന്ററിൽ M ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 1200 യൂണിറ്റുകൾ ചുരുക്കം യൂണിറ്റുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. തനത് പരിപാടികൾ ഒരു നാടിനെ ബാധിക്കുന്ന, ഒരു നാടിന്റെ ഏറ്റവും ജീവസത്തായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പഠന ഗ്രൂപ്പായി നമ്മുടെ യൂണിറ്റ് മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നാം ഇപ്പോൾ കാണുന്നത്. TV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TP അനൂപ് സ്വാഗതം ആശംസിച്ചു. ഗിരീഷ് കോയിപ്ര, TV വിജയൻ, K ഗോവിന്ദൻ, A മുകുന്ദൻ, NV സുനിൽകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെന്റർ IMCC ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പരിശുദ്ധ റംദാനിൽ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന ചടങ്ങിൽ INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത്, മുനിസിപ്പൽ പരിധിയിലെ 400-ൽ പരം കുടുംബങ്ങൾക്ക് റമദാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. വിവിധ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ കിറ്റുകൾ ഏറ്റുവാങ്ങി. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന ചടങ്ങിൽ INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഈ റമദാനിലുടനീളം സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതുപോലുള്ള റിലീഫ് പ്രവർത്തനം നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി എന്നോണമാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് റസാഖ് പുഴക്കര അധ്യക്ഷത വഹിച്ചു. INL ജില്ലാ ട്രഷറർ VK ഹനീഫ ഹാജി, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ അരിഞ്ചിറ, ജോയിന്റ് സെക്രട്ടറി മമ്മു കോട്ടപ്പുറം, മണ്ഡലം ജനറൽ സെക്രട്ടറി AG ബഷീർ, AC ഷാഹുൽ ഹമീദ്, TP മുഹമ്മദ് കുഞ്ഞി, KP ഹംസ, M അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ മമ്പലം കലാസരണി ആർട്സ് ക്ലബ് 40ാം വാർഷികാഘോഷം 2025 ഏപ്രിൽ 19, 20 തീയതികളിൽ നടക്കും. ഏപ്രിൽ 20-ന് ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9446 98 9861 എന്ന നമ്പറിലോ 8547 22 96 54 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. കുന്നരു മീത്തലെ ഇല്ലം തറവാട് ധർമ്മദൈവസ്ഥാനം പ്രതിഷ്ഠാദിനം മാർച്ച് 27 നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണം നടക്കുന്ന പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ TI മധുസൂദനൻ MLAയും പയ്യന്നൂർ നഗരസഭ PWD അധികൃതരും ചേർന്ന് സന്ദർശിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചിട്ടുള്ള ടൗൺ ഹാൾ നിർമ്മാണം വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്ന് MLA അറിയിച്ചു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ 1978-79 SSLC ബാച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഗ്രീൻ തെറാപ്പി പാർക്ക് ഒരുക്കി. ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് മുന്നിലായാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പങ്കുവയ്ക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അത് എന്നും കാത്തുസൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. അതിയുടെ മുച്ചിലുടെ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരിവെള്ളൂർ ബസാറിലെ അടിപ്പാതയിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾക്ക് കയറാൻ സാധിക്കുന്നില്ലെന്ന്. നല്ല ഉയരമുള്ള ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ കയറണമെങ്കിൽ കുറച്ച് വേഗതയിൽ ഓടിക്കണം. ഇതാകട്ടെ അപകടത്തിനും കാരണമാകുന്നു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.